Hi. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്ക് സമീപം മുംബൈ തീരത്ത് യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്പീഡ് ബോട്ടിലിടിച്ച് തകർന്ന യാത്രാ ബോട്ടിൽ 100-ലധികം പേരുണ്ടായിരുന്നു. ഇതിൽ 13 പേർ മരിച്ചതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. 101 പേരെ രക്ഷപ്പെടുത്തിയതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അറിയിച്ചു. Hi. രക്ഷപ്പെട്ടവരിൽ ചിലർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് വിവരം. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഐസ്ലാൻഡ് ദ്വീപിലേക്ക് പോയ ബോട്ടാണ് മുങ്ങിയത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെ നീൽകമൽ എന്ന യാത്രാ ബോട്ടിൽ 6 പേർ സഞ്ചരിച്ചിരുന്ന നാവികസേനയുടെ സ്പീഡ് ബോട്ട് കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളടക്കം അപകടത്തിൽപ്പെട്ട യാത്രാ ബോട്ടിൽ നിന്നാണ് പകർത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. സ്പീഡ് ബോട്ട് കടലിൽ സിഗ്സാഗ് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് യു-ടേൺ ചെയ്ത് യാത്രാ ബോട്ടിനു നേരെ ഇടിക്കുകയും ശക്തമായി കൂട്ടിയിടിക്കുന്നതും കാണാം. സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ടാണ് യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയതെന്ന് നാവികസേന അറിയിച്ചു. നാവികസേന ബോട്ടിന്റെ എഞ്ചിൻ അടുത്തിടെ മാറ്റുകയും പുതിയ എഞ്ചിൻ സ്ഥാപിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. നാവികസേനയുടെ ബോട്ടിൽ 2 നാവികസേനാംഗങ്ങളും എഞ്ചിൻ വിതരണം ചെയ്ത സ്ഥാപനത്തിലെ 4 അംഗങ്ങളും ഉൾപ്പെടെ 6 പേർ ഉണ്ടായിരുന്നതായും അധികൃതർ അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 11 നാവികസേനാ ബോട്ടുകളും മറൈൻ പോലീസിന്റെ 3 ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ 1 ബോട്ടും പ്രദേശത്ത് വിന്യസിച്ചതായി ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 4 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടിക്കറ്റ് നൽകാത്തതിനാൽ യാത്രാ ബോട്ടിലുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അധികൃതർ ഇത് പരിശോധിച്ച് വരികയാണ്. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ.